2026 ജനുവരി 18 ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. നൈജീരിയയിലെ 2 ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കിടെ ആയുധധാരികളായ ഒരു സംഘം തീവ്രവാദികൾ റെയ്ഡ് നടത്തി 163 ക്രൈസ്തവ വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയതായി നൈജീരിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തെ കജുരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ആദ്യം 172 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ അവരിൽ 9 പേർ രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രാദേശിക അധികാരികൾ ഇപ്പോഴും അന്വേഷിക്കുകയും തട്ടിക്കൊണ്ടുപോയ ക്രൈസ്തവരുടെ എണ്ണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ. നൈജീരിയയിലെ തട്ടിക്കൊണ്ടുപോകൽ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് എന്നാണ് സംഭവത്തെ അധികൃതർ വിലയിരുത്തുന്നത്. 2025 നവംബറിൽ നൈജർ സംസ്ഥാനത്തെ പൈറയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് പ്രൈമറി സെക്കൻഡറി സ്കൂളുകളിൽ ആയുധധാരികളായ ആക്രമികൾ റെയ്ഡ് നടത്തി. റെയ്ഡിൽ ഏകദേശം 303 കുട്ടികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം എല്ലാ വിദ്യാർത്ഥികളെയും സുരക്ഷാ സേന രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. തട്ടിക്കൊണ്ടുപോകലിന് ശേഷം US നൈജീരിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിഡന്റ് ഷോൺ റൈറ്റ് ആഹ്വാനം ചെയ്തു. നൈജീരിയയിൽ 160-ലധികം ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയ വാർത്ത എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നും പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി നിരപരാധികളായ ആളുകൾക്കെതിരായ ക്രൂരമായ പ്രവൃത്തിയാണിതെന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനും അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസത്തിനും ഈ അക്രമത്തിന് പകരം സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നോടൊപ്പം ചേരുവാൻ ലോകമെമ്പാടുമുള്ള ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ പ്രസിഡന്റ് ഷോൺ റൈറ്റ് പറഞ്ഞു.